ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് ഒരു സമാധാനവും ഒരു ശാന്തിയും ഒക്കെ എന്താ പറയണ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാര്യം എന്നും ഓരോ റിയാക്ഷൻ വീഡിയോസും മറ്റും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ദിവസേന നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന ഓരോ വാർത്തകൾ കേട്ട് നമ്മുടെ മനസ്സ് തന്നെ മടുത്തു പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. എന്താണ് കൊലപ്പെടുത്തലും വെട്ടലും കൊല്ലലും 1, 2, 5 എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. ആ ഒരു സാഹചര്യത്തിൽ മനസ്സിന് നന്മയും അല്ലെങ്കിൽ സന്തോഷം ഐക്യത കാണിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ പ്രശസ്ത താരം ശ്രീ മമ്മൂട്ടിയുടെ ഈ അടുത്ത് വന്ന സോഷ്യൽ മീഡിയകളിലും മറ്റുമായിട്ട് വന്ന വാർത്തകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും ഒരു കൊളാബ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും വേറെ പല അസുഖങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു പരക്കെയുള്ള ഒരു ഇതാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ കടന്നു പോയത്. പക്ഷേ ആ ഒരു രീതിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നമ്മൾ കേട്ടറിഞ്ഞ ആ ഒരു രീതിയിലുള്ള ഒരു രോഗാവസ്ഥയും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ശ്വാസ സംബന്ധമായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറുകുടൽ സംബന്ധമായിട്ടും ചെറിയ രീതിയിലുള്ള ഒരു അസുഖമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ അത് ഡോക്ടർമാർ പറയുന്ന വളരെ നിസ്സാരമായ ഒരവസ്ഥയാണെന്നും അത് വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണെന്നുമാണ് ഡോക്ടേഴ്സിൻ്റെയും അവരുടെ ബന്ധുക്കളിലും നിന്നും മറ്റേ അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ പ്രത്യേകിച്ച് പറയാൻ വന്നത്, നമുക്ക് മനസ്സിന് വളരെയേറെ സന്തോഷം തോന്നുന്ന, അതായത് ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, അവരുടെ ഒരു ഐക്യത, അവരുടെ ആ മനസ്സിൻ്റെ നന്മ, അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. വേറെ ആരുമല്ല, നമുക്കെപ്പോഴും അറിയാം മമ്മൂട്ടിയും മോഹൻലാൽ, എൻ്റെ കുഞ്ഞു കാലം മുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ലാലേട്ടൻ, മമ്മൂക്ക, ആ ഒരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അവർ ഒരു ജ്യേഷ്ഠ അനുജന്മാരെ പോലെയാണ് അവരുടെ ഈ ഒരു മേഖലയിൽ അവർ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ മോഹൻലാലിന് സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മമ്മൂക്കാക്കും മോഹൻലാലിന് സ്വന്തം അനിയനെ പോലെയാണ്. ഈ ഒരേ തട്ടിൽ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് ഫാൻസ് തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങളും ഓരോ മൂവീസ് ഇറങ്ങുമ്പോൾ ഉള്ള ഓരോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവർ തമ്മിൽ യാതൊരുവിധ ഇതും ഇതുവരെ അവരുടെ ജീവിതത്തിൽ അവർ വരുത്തിയിട്ടില്ല. അവർ വളരെ സ്നേഹത്തോടെയും ഒരു ജ്യേഷ്ഠാനുജൻ എന്നുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ സ്വന്തം ജ്യേഷ്ഠൻ ലാലേട്ടൻ വിളിക്കുന്ന ഇച്ചാക്ക എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് സ്വന്തം ജ്യേഷ്ഠനെ. അപ്പം ഇച്ചാക്ക ഇങ്ങനെ ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശബരിമലയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നേർച്ച വഴിപാട് നടത്തുകയുമാണ് ഉണ്ടായത്. ഒരിക്കലും അദ്ദേഹം ഒരു പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വൈറൽ ആകാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഒരിക്കലും അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടുമില്ല. ഇപ്പം ആ ഒരു പേരിൽ അദ്ദേഹം ഇങ്ങനെ ഒരു നേർച്ച മമ്മൂക്കാക്ക് വേണ്ടി ചെയ്തതിൻ്റെ പേരിൽ പല ഗോസിപ്പുകളും പല ചാനലുകളിലും മറ്റുമൊക്കെ ആയിട്ടും യൂട്യൂബിലും ഒക്കെ ആയിട്ടും മറ്റും പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഒരിക്കലും അദ്ദേഹം അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല. കാര്യം സ്വന്തം ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരു ഇത് കേട്ട് അതിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഉടൻ തന്നെ പമ്പയിൽ നിന്ന് നിറച്ച് ശബരിമലയിൽ എത്തുകയും മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ ഒരു നേർച്ച അദ്ദേഹം നടത്തുകയും ചെയ്തു. പിന്നെ സ്വന്തം ഭാര്യയ്ക്ക് സുചിത്രയുടെ പേരിലും ഒരു നേർച്ച വഴിപാടും നടത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ വഴിപാട് നടത്തി അതുമായി അദ്ദേഹം പിറ്റേന്ന് രാവിലെ തന്നെ ചെന്നൈയിൽ എത്തുകയും ആ പ്രസാദം സ്വന്തം നെറ്റിയിൽ അതിൻ്റെ പ്രസാദം തൊട്ട് ആത്മധൈര്യം കൊടുക്കുകയുമാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? നന്മയുടെ ഒരു അംശം ഉള്ളിലുള്ളവർക്ക് അത് മനസ്സിലാകും അല്ലേ. ഒരു ഐക്യത അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം, ഒരു ജ്യേഷ്ഠാനുജൻ്റെ സ്നേഹബന്ധം, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പോഴും അവരുടെ ആ ഒരു റിലേഷൻ ഏത് രീതിയിലാണ് അവർ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു ഐക്യതയാണ് നമ്മുടെ നാടിന് വേണ്ടത്. നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു ഐക്യതയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ, പിന്നീട് നമ്മുടെ രാജ്യത്തിൽ ആ ഒരു ഐക്യതയാണ്
തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വെറുതെ ഒരു പ്രശംസയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമല്ല അദ്ദേഹം സ്വന്തം ജ്യേഷ്ഠനായ ഇച്ഛാക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അത് എല്ലാ രീതിയിലും ആരോഗ്യ സംബന്ധമായിട്ട് എല്ലാ രീതിയിലും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ വഴിപാട് നടത്തി പ്രാർത്ഥിച്ച് ഒരു അനുജൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കടമ വീട്ടുകയാണ് ചെയ്തത് അല്ലേ. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ഐക്യത, നന്മ എന്നുള്ള ഒരു അവസ്ഥ ഉള്ള ഏതൊരാൾക്കും അത് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും പറ്റും. നമുക്ക് അദ്ദേഹത്തിൻ്റെ മമ്മൂക്കയുടെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഇപ്പം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വളരെയേറെ വിഷമകരമായ ഒരു ഘട്ടമാണ് അന്നേരം ഉണ്ടായത് അല്ലേ. പെട്ടെന്ന് നമ്മൾ ഇത്രയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് കേട്ടപ്പോൾ എത്രയും വേഗം റബ്ബേ അത് ഒരു കുഴപ്പവുമില്ലാണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ഏവരും ദുആ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനിടയിൽ ചില ഗോസിപ്പുകളും ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം ഇറക്കിയ ചില പ്രമുഖ ചാനലുകളും മറ്റുമൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. അത് എന്തായാലും ആ ചാനലുകൾക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വളരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യവും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്ന സംബന്ധമായിട്ടുള്ള ആ ചികിത്സയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് എല്ലാവിധ ആരോഗ്യത്തോടു കൂടിയും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റട്ടെ എന്നും നമുക്കായിട്ട് കാത്തിരിക്കുന്ന നല്ല നല്ല സിനിമകൾ ഇനിയും പുറത്തിറങ്ങാനുണ്ട്. ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സിനിമ പോലും പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതിയൊക്കെ വീണ്ടെടുത്ത് നമ്മുടെ റംദാൻ നോമ്പും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ച് വീണ്ടും ആ ഫീൽഡിലോട്ട് കയറാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എന്തായാലും മമ്മൂക്കായ്ക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.